മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കണ്ണനാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരണമെങ്കിൽ നീ എന്തെങ്കിലും അവൾക്ക് കാര്യമായിട്ട് വാങ്ങിക്കൊണ്ട് കൊടുക്കണം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അവൾക്ക്. വെഡ്ഡിങ് ആനിവേഴ്സറി പോലും ഓർമ്മയില്ലാത്ത നിനക്ക് അവൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് മേടിച്ചു കൊണ്ട് കൊടുത്താൽ അവളുടെ ദേഷ്യം മാറി നിൻ്റെ കൂടെ അവൾ ജീവിതത്തിൽ തിരിച്ചു വരുമെന്നെല്ലാം പറയുന്നത് കേട്ടോ ഉണ്ണിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. നീ ആർക്കു വേണ്ടിയാണ് ഈ സമ്പാദിക്കുന്നത്? നിൻ്റെ അമ്മയ്ക്ക് പോലും ഒരു കുപ്പി കുഴമ്പ് നീ മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? കറക്റ്റായിട്ട് നിൻ്റെ അക്കൗണ്ടിലോട്ട് എല്ലാ മാസവും ശമ്പളം വരുന്നുമുണ്ട്. നീ ഈ പൈസയൊക്കെ എവിടെ കൊണ്ടേ കളയുന്നു എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഉണ്ണിയോട് ദേഷ്യപ്പെടുന്നുണ്ട് കണ്ണൻ. എന്നിട്ട് പറയുന്നു, അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാനാണ് ഞാൻ പറയുന്നത്. അതുപോലെ ചെയ്താൽ നീ നിൻ്റെ ജീവിതം സുരക്ഷിതമായി കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കരുണയോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ആ ഉണ്ണി ഒരു മണ്ടനാണെന്നും ആ ഉണ്ണിക്ക് ആ കണ്ണനെ വകവരുത്തിയിട്ട് ആ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയാകെ മോശം രീതിയിൽ തന്നെ ചിത്രീകരിക്കുകയാണ് മുത്തശ്ശി. ഇതെല്ലാം കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ് അയാളെ, എന്നിട്ട് ഇനി എന്നോട് ഈ കാര്യം പറഞ്ഞുകൊണ്ട് വന്നാൽ എൻ്റെ സ്വഭാവം മാറുമെന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോൾ എന്താണെങ്കിലും സമാധാനമായിട്ടിരിക്കെ, എന്തെങ്കിലും പരിഹാരം നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. ആ വാമദേവനാണ് നമ്മളെ പറ്റിച്ചത്, ഉണ്ണിക്ക് അതുണ്ട് ഇതുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിച്ചത് അയാളാണ്. പക്ഷേ അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാൾ കണ്ണൻ്റെ അച്ഛനെ അങ്ങോട്ട് അയച്ചില്ലേ എന്ന് കേൾക്കുമ്പോഴേക്കും കരുണ ചോദിക്കുന്നുണ്ട്, അപ്പോൾ മേഘേട്ടൻ്റെ അച്ഛനാണോ നമ്മൾ ഉണ്ണിയേട്ടൻ്റെ അച്ഛനെയൊക്കെ ഒന്നതെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും അല്ല, അതേതോ മന്ത്രവാദിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നെല്ലാം പറയുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, ആ മന്ത്രവാദി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ആ മന്ത്രവാദി അന്നേ തന്നെ ഒരു പ്രായമായ ആളായിരുന്നു, അയാൾ പിന്നെ പുഴുവരിച്ചാണ് മരിച്ചതെന്നെല്ലാം കേട്ടിട്ടുണ്ടെന്നെല്ലാം മുത്തശ്ശി പറയുന്നത് കേട്ടുകൊണ്ട് മോഹിനി പറയുന്നുണ്ട്, അതെല്ലാവരും ഒന്ന് ഓർത്താൽ കൊള്ളാമായിരുന്നു എന്നെല്ലാം മോഹിനി പറഞ്ഞുകൊണ്ട് തന്നെ അങ്ങോട്ട് വരുന്നു. അങ്ങനെ മോഹിനിയെ കാണുന്നത് മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ടോ, നീ ഇതെല്ലാം കൂട്ടി എല്ലാം കൊണ്ട് നിൻ്റെ മകൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുക അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, അതേ ലക്ഷ്മി മോൾക്ക് കൊണ്ടുപോകുകയാണെന്നെല്ലാം പറയുമ്പോഴേക്കും, കർണമോൾക്കുള്ളതെല്ലാം ഞാനിവിടെ ടിന്നിൽ അടച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും, എനിക്കൊന്നും വേണ്ട, അതെല്ലാം അവൾക്ക് തന്നെ കൊണ്ടേ കൊടുക്കാനെല്ലാം കരുണ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നത് ഇതിനു വേണ്ടി മാത്രമല്ല, ഉണ്ണിമോനോട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് വേണ്ടി ആരും വക്കാലത്തൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാനാണ് അയാളെ ഉപേക്ഷിച്ചത്, അല്ലാതെ അയാളല്ല എന്നെ ഉപേക്ഷിച്ചതെന്നല്ല കരുണ തിരിച്ചു പറയുന്നത് കേട്ട് മോഹിനി പറയുന്നുണ്ട്, ഇതുപോലെയുള്ള മുത്തശ്ശിയും അച്ഛനും ഉള്ളിടത്തോളം കാലം നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മോഹിനി അവിടെ നിന്നും പോകുന്നു. പിന്നീട് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന മഹിയാണെങ്കിൽ കണ്ണനാണെങ്കിൽ പിടിച്ചു നിർത്തിയിട്ട് പറയുന്നത്, താൻ എന്തിനാണോ ഇത്ര ധൃതി പിടിച്ച് എഴുന്നേറ്റ് പോകുന്നത്? തൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം തനിക്ക് ഓർമ്മ വേണമെന്നെല്ലാം പറയുമ്പോഴേക്കും, എന്നെക്കാട്ടി ഓർമ്മ കണ്ണേട്ടനുണ്ടല്ലോ, പിന്നെ എനിക്കെന്തിനാണ് ഞാൻ ഓർമ്മയെന്നെല്ലാം മഹി പറയുന്നത് കേട്ട് കണ്ണൻ ചിരിക്കുന്നു. ഞാൻ എന്താണെങ്കിലും ഒന്ന് പോയി കുളിക്കട്ടെ, ഇപ്പോൾ അമ്മ വരുമെന്ന് പറഞ്ഞുകൊണ്ട് മഹി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ട് ദുർഗയാണെങ്കിൽ കതക് തുറക്കുന്നു. അങ്ങനെ ദുർഗ കതക് തുറന്ന് നോക്കുമ്പോഴേക്കും മോഹിനിയാണ് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ മോഹിനിയെ കാണുന്നതും ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താണ് വിശേഷിച്ചെന്നെല്ലാം ചോദിച്ചുകൊണ്ട് മോഹിനിയുടെ അടുത്ത് കുശലം ചോദിക്കുന്നു. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഞാൻ മോൾക്ക് കുറച്ച് പലഹാരവുമായിട്ടെല്ലാം വന്നതാണെന്ന് പറയുമ്പോൾ, അവളല്ലേ ഈയിടെ പലഹാരവുമായിട്ടല്ല ഇങ്ങോട്ട് വന്നത്, ഇപ്പോഴെന്തിനും ഇതിന് മാത്രം പലഹാരമൊക്കെ കൊണ്ടുവന്നത്? വയറ്റിലൊരു കുഞ്ഞുണ്ടാകുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അവൾ മിടുക്കിയാണ്, അവളുടെ വയറ്റിലാണെങ്കിൽ ആരുടെ വേണമെങ്കിലും അനക്കം ഉണ്ടാകുന്നുണ്ട്, കണ്ണനൊരു മണ്ടനാണല്ലോ, അതുകൊണ്ട് അവനിക്ക് അതൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരിക്കുമെന്നെല്ലാം പറയുന്നത് കേട്ട് മോഹിനിക്കാണെങ്കിൽ ആകെ ഒരു സങ്കടം വരുന്നുണ്ട്. എൻ്റെ മോളെ ഞാൻ അങ്ങനെയൊന്നുമല്ല വളർത്തിയിരിക്കുന്നത്, എൻ്റെ മോളെ ഞാൻ നല്ല രീതിക്ക് തന്നെ വളർത്തിയിരിക്കുന്നത്, അതുകൊണ്ട് അവൾ അങ്ങനെയുള്ളൊരു സ്വഭാവമൊന്നുള്ള ആളല്ല എന്ന് മോഹിനി തിരിച്ച് പറയുന്നത് കേട്ട് കണ്ണനാണെങ്കിൽ അവിടെ നിന്നും പറയുന്നുണ്ട്, അവരങ്ങനെ പറയുള്ളൂ, അവരുടെ വായിൽ അങ്ങനത്തെ വർത്താനമേ വരുള്ളൂ എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് മോഹിനിയാണെങ്കിൽ അകത്തോട്ട് കയറി വരുന്നു. ഇവർക്കെല്ലാവർക്കും എൻ്റെ സ്വത്ത് അപ്പാടെ വിഴുങ്ങണം, എന്നിട്ട് എന്നെയും മഹിയെയും കൊല്ലണം, എന്നിട്ട് ഇവർക്ക് സന്തോഷകരമായിട്ട് ജീവിക്കണം, അതൊന്നും സാധിക്കാത്തതിൻ്റെ ദേഷ്യമാണ് അവർ ഈ കാണിക്കുന്നത്, അത്രയും ഞാൻ കരുതുന്നുള്ളൂ എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് മോഹിനി പറയുന്നുണ്ട്, മോനെ ഒന്നും പറയണ്ട, അവർക്ക് അറിവില്ലാതെ എന്തോ പറഞ്ഞു പോകുന്നതാണ്, അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി കണ്ണനെ തടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ണൻ ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് ദുർഗയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ദുർഗ പറയുന്നുണ്ട്, നീ വായി തോന്നിയതൊന്ന് വിളിച്ച് പറയല്ലേ കണ്ണ, നീ പറയുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് ദുർഗ. പിന്നീട് സീമന്തിനെയാണ് കാണിക്കുന്നത്. സീമന്തിനി പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസം കരുണമോളുടെ മുത്തശ്ശിയെ വിളിച്ചപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞത് കരുണയാണെങ്കിൽ ബന്ധം വേർപെടുത്തിയ പോലെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. കരുണയ്ക്ക് ഒരിക്കലും ഉണ്ണിയുടെ കൂടെ ജീവിച്ച് പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധം വേർപെടുത്താൻ സാധ്യതയുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്.
ആ മഞ്ജുവിനെ തന്നെ നോക്ക്, അവളാണെങ്കിൽ കണ്ണൻ്റെ കൂടെ കയറി പറ്റിയത് നോക്ക്. അവൾക്ക് കണ്ണനാണെങ്കിൽ നല്ലൊരു സ്ഥാനം കമ്പനിയിൽ കൊടുക്കുകയും ചെയ്തു. നീ ഒരു മണ്ടനാണ്, നിനക്ക് മാത്രം ഇതൊന്നും സാധിച്ചില്ല. അവളുള്ള സമയത്ത് നീ അവൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇന്ന് നിനക്കും എന്തെങ്കിലും നല്ലൊരു സ്ഥാനം കിട്ടിയേനെന്നെല്ലാം പറയുന്നുണ്ട് നമ്മുടെ മേഘനോട്. അപ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഇവനോട് ഇതെല്ലാം എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനിയെങ്കിലും അവൻ കണ്ണൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ നമ്മുടെ സ്വാതിയുടെ കാര്യം തന്നെ നല്ല കാര്യമായിട്ട് തന്നെ നടത്തി തന്നേനെ. ഇവൻ ഒറ്റ ഒരുത്തനാണ് അതിനെല്ലാം കാരണക്കാരൻ, ഇവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാമദേവനാണെങ്കിൽ മേഘനാഥിനെ ചീത്ത പറയുന്നു. അച്ഛന് നാണമില്ല ഈ കാര്യം എന്നോട് പറയാൻ. ഞാൻ ഒരിക്കലും അവൻ്റെ കൂടെ നിൽക്കില്ല. അവൻ്റെ സ്വത്തുക്കൾ മുഴുവൻ എനിക്ക് വേണം. അതിനുള്ള എല്ലാം ചെയ്തു തീർക്കാനാണ് എൻ്റെ തീരുമാനം. അതുകൊണ്ട് ആരും എന്നെ ഭരിക്കാൻ വരണ്ട, ആരും എന്നോട് ഉപദേശിക്കാനും വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവൻ്റെ നേരെ ചാടിക്കടിക്കുന്നുണ്ട് മേഘനാഥൻ. അച്ഛനാണെങ്കിൽ എത്ര നാളായി ഇപ്പോൾ ഈ വീൽ ചെയറിൽ ഇരുന്ന് ഉരുളാൻ തുടങ്ങിയിട്ട്. ഞാനല്ലേ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, അതുകൊണ്ട് അച്ഛൻ അധികം സംസാരിക്കേണ്ട, അവിടെ മിണ്ടാതിരുന്നാൽ മതി എന്നെല്ലാം പറയുന്നത് കേട്ടുകൊണ്ട് വാമദേവനാണെങ്കിൽ ആകെ ഷോക്കാകുന്നു. ഇത് കേട്ട സീമന്തിനിയും. പിന്നീട് സീമന്തിനി പറയുന്നുണ്ട്, ആയ കാലത്ത് അച്ഛൻ ഉണ്ടാക്കി വെച്ചിരുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും സുഭിക്ഷമായിട്ട് കഴിക്കുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പറയുന്നുണ്ട് സീമന്തിനി മേഘനാഥനെ. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.